ഹായ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഈ ഹെൽപ്പിംഗ് വേർബ്സിൻ്റെ ഉപയോഗം, അതിൻ്റെ ഒരു മീനിങ്, പിന്നെ അതിൻ്റെ നെഗറ്റീവ് ഫോംസ്, അതിൻ്റെ ഉപയോഗം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയയാണ്. നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഇത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, പിന്നെ അതിൻ്റെ ഒരു മലയാളം മീനിങ് എന്താണ്, അത് ഓരോ സെൻറ്റൻസിലും വരുമ്പോൾ അതിൻ്റെ മീനിങ്ങിൽ എന്താണ് ഡിഫറൻസ് വരുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, വിൽ. ഐ വിൽ ഗോ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വിൽ ഗോ, ഗോ എന്നാൽ പോകുക. ഐ വിൽ ഗോ എന്ന് പറയുമ്പോൾ ഞാൻ പോകും എന്നാണ് അതിൻ്റെ മലയാളം മീനിങ്. ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ ഉപയോഗിച്ചു, പിന്നെ ഉപയോഗിച്ചത് ഗോ എന്ന V1 ഫോമാണ്, വേർബിൻ്റെ ബേസ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഐ വിൽ ഗോ എന്നാൽ ഞാൻ പോകും. വിൽ എന്ന ഹെൽപ്പിംഗ് വേർബിന് പകരം വുഡ് എന്നാണെങ്കിലോ ഐ വുഡ് ഗോ, ഞാൻ പോയേനെ എന്നാവും. പോയേനെ എന്ന് പറയുമ്പോൾ പോകുമായിരുന്നു. ഐ മേ ഗോ, ഐ മേ ഗോ, ഞാൻ ചിലപ്പോൾ പോകും. ഐ മൈറ്റ് ഗോ, ഞാൻ ഒരു പക്ഷേ പോയേനെ, ഒരു പക്ഷേ പോകുമായിരുന്നു. ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ സാധിക്കും. ഐ കുഡ് ഗോ, എനിക്ക് പോകുവാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഓരോ ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ഒരു മീനിങ് ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അത് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വുഡ് ഗോ, ഞാൻ പോയേനെ. ഐ മേ ഗോ, ഞാൻ ചിലപ്പോൾ പോകും. ഐ മൈറ്റ് ഗോ, ഞാൻ ഒരു പക്ഷേ പോയേനെ. ഐ ക്യാൻ ഗോ, എനിക്ക് പോകുവാൻ സാധിക്കും. ഐ കുഡ് ഗോ, എനിക്ക് പോകുവാൻ സാധിക്കുമായിരുന്നു. 6 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കുമ്പോൾ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് മനസ്സിൽ ശരിക്കും ഫിക്സ് ചെയ്യണം, എങ്കിലേ നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ സെൻറ്റൻസിലും ഉപയോഗിച്ചത് ഗോ എന്ന വേർബ് ആണ്. പോകുക എന്നാണ് അതിൻ്റെ മീനിങ്. അത് വെർബിൻ്റെ ബേസ് ഫോമാണ്. ഗോ എന്ന വേർബിന് പകരം വേറെ ഏതെങ്കിലും വേർബ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള വേർബ് ഉപയോഗിച്ച് സെൻറ്റൻസിനെ മാറ്റി എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഗോ എന്നതിന് പകരം കം എന്നാക്കാം, വരിക. അതല്ലെങ്കിൽ ആസ്ക് എന്നാക്കാം, ചോദിക്കുക. ഇൻവൈറ്റ്, ക്ഷണിക്കുക. ഇതൊക്കെ ഒന്ന് മാറ്റി മാറ്റി ഉപയോഗിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഐ വിൽ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരും എന്നാവും. അപ്പോൾ വേർബ്സ് മാറ്റി മാറ്റി ഉപയോഗിക്കുക, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഐ എന്ന സബ്ജക്റ്റാണ്, ഞാൻ. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്കവിടെ ഉപയോഗിക്കാം. ഐ വിൽ ഗോ എന്ന് പറയുമ്പോൾ ഞാൻ പോകും. ഹി വിൽ ഗോ എന്നായിരുന്നെങ്കിലോ അവൻ പോകും എന്നായി. ദേ വിൽ ഗോ എന്നാണെങ്കിലോ അവർ പോകും എന്നായി. അപ്പോൾ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും മാറ്റി മാറ്റി ഉപയോഗിക്കാം. സ്ട്രക്ചറിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ആ ഉപയോഗിക്കുന്ന വേർഡ് അനുസരിച്ച് മീനിങ്ങിൽ വ്യത്യാസം വരും എന്ന് മാത്രം. അപ്പോൾ തീർച്ചയായും സബ്ജക്റ്റ് മാറ്റിവെച്ചും അതുപോലെ വേർബ് മാറ്റിവെച്ചും ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ ഹെൽപ്പിംഗ് വേർബ്സിൻ്റെ ഒക്കെ നെഗറ്റീവ് ഫോം യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസിനെ ഒന്ന് മാറ്റി എഴുതാൻ നോക്കാം. അപ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഐ വോണ്ട് ഗോ. വോണ്ട് എന്നത് വിൽ നോട്ട് എന്നാണ്. വില്ലിൻ്റെ കൂടെ നമ്മൾ ആ സെൻറ്റൻസിൽ നോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ആ സെൻറ്റൻസിലൊരു നെഗറ്റീവ് ഫോം കിട്ടി. സോ ഐ വോണ്ട് ഗോ. ഐ വോണ്ട് ഗോ എന്ന് പറഞ്ഞാൽ ഐ വിൽ നോട്ട് ഗോ. ഐ വോണ്ട് ഗോ, ഞാൻ പോകില്ല. നെക്സ്റ്റ്, ഐ വുഡിൻറ്റ് ഗോ. വുഡിൻറ്റ് മീൻസ് വുഡ് നോട്ട്. ഐ വുഡിൻറ്റ് ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമായിരുന്നില്ല. ഐ മേ നോട്ട് ഗോ, ഞാൻ ചിലപ്പോൾ പോകില്ല. ഐ മൈറ്റ് നോട്ട് ഗോ, ഞാൻ ഒരു പക്ഷേ പോകുമായിരുന്നില്ല. ഐ കാൺറ്റ് ഗോ, എനിക്ക് പോകാൻ കഴിയില്ല. കാൺറ്റ് എന്നത് ക്യാൻ ആൻഡ് നോട്ട്. ക്യാൻ, കനോട്ട്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് കാൺറ്റ്. കഴിയുമായിരുന്നില്ല. ഐ കുഡിൻറ്റ് ഗോ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കുഡ് ആൻഡ് നോട്ട്, അതാണ് കുഡ് നോട്ട്. അതല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോമാണ് കുഡിൻറ്റ്. ഇനി നമുക്ക് ഒന്നുകൂടി ആ നെഗറ്റീവ് ഫോംസ് നോക്കാം, അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും. ഐ വോണ്ട് ഗോ,
ഞാൻ പോകില്ല. ഐ വുഡിൻ ഗോ, ഞാൻ പോകുമായിരുന്നില്ല. ഐ മേ നോട്ട് ഗോ, ഞാൻ ചിലപ്പോൾ പോകില്ല. ഐ മൈറ്റ് നോട്ട് ഗോ, ഞാൻ ഒരു പക്ഷേ പോകുമായിരുന്നില്ല. ഐ കോൺ ഗോ, എനിക്ക് പോകാൻ കഴിയില്ല. ഐ കുഡിൻ ഗോ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. പോസിറ്റീവ് സെൻറ്റൻസിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഐ കോൺ ഗോ എന്നത് എനിക്ക് പോകാൻ കഴിയില്ല എന്നാണ്. അവിടെ ഗോ എന്ന വേർബിന് പകരം വേറെ ഡിഫറൻറ്റ് വേർബ്സ് വെച്ച് മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ സബ്ജക്റ്റും മാറ്റി ഉപയോഗിക്കുക. തീർച്ചയായും ഇത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഡിഫറൻറ്റ് ഐഡിയാസ്, ഓരോ ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ്ങിൽ വരുന്ന ഡിഫറൻസ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യുക. ഇനി ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക.